Hi friends, welcome to Recipes Recooked. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പരിപ്പ് പടവലങ്ങ തോരനാണ്. ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് പടവലങ്ങ വേണം. പടവലങ്ങ ഒരു ചെറിയ പടവലങ്ങ മുഴുവൻ എടുത്തിട്ടുണ്ട്. അരിഞ്ഞു വന്നപ്പോൾ ഏകദേശം 1.5 കപ്പോളം പടവലങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പരിപ്പാണ്. തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളിക്ക് പകരം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സവോളയാണ്. ഫൈനായിട്ട് അരിഞ്ഞെടുക്കണം. കൊച്ചുള്ളി ആണെങ്കിൽ ഒരു 4-5 കൊച്ചുള്ളി എടുത്താൽ മതിയാകും. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 2 വറ്റൽമുളക്, ആവശ്യത്തിന് കറിവേപ്പില. ഇനി അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അരപ്പ് കുറവ് മതിയെന്നുണ്ടെങ്കിൽ അത് 1/4 കപ്പ് വരെ ആകാം. പിന്നെ എരിവിന് അനുസരിച്ച് പച്ചമുളക് വേണം. ഞാനിവിടെ 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അരപ്പ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇവിടെ പച്ചമുളകും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചതച്ചെടുക്കാം. അപ്പോൾ ഇവിടെ തേങ്ങ പാകത്തിന് ചതച്ച് എടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് തേങ്ങ ചതച്ച് എടുത്തിരിക്കുന്നത്. അപ്പോൾ പടവലങ്ങ പരിപ്പ് തോരൻ തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ പരിപ്പ് വേവിച്ചെടുക്കാം. അതിനായിട്ട് കഴുകി വച്ചിരിക്കുന്ന പരിപ്പ് ഒരു കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം. പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് പ്രഷർ റിലീസ് ആവാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി തോരൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം കടുകും ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലോട്ട് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്ന കൊച്ചുള്ളിയാണ്. ഇവിടെ ഞാൻ കൊച്ചുള്ളിക്ക് പകരം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്ന സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവോള ഒന്ന് ചെറുതായിട്ട് വാടിയാൽ മതി. അതിലോട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന പടവലങ്ങ ചേർത്ത് കൊടുക്കാം. പടവലങ്ങ എണ്ണയിലിട്ടൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം അടച്ചു വച്ച് 5 മിനിറ്റ് വേവിക്കാം. പടവലങ്ങ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി പരിപ്പ് നോക്കാം. പരിപ്പപ്പോൾ നല്ല കൃത്യമായിട്ട് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. തോരനുള്ള പരിപ്പ് ഒട്ടും ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കാം. ഇനി ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഊറ്റിയെടുക്കാം. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന പടവലങ്ങയിലോട്ട് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ പരിപ്പ് കൃത്യമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ ഉടഞ്ഞു പോയിട്ടില്ല. ഞാൻ ഒരു വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചത്. പരിപ്പ് അനുസരിച്ച് അത് മാറ്റം വരും. ഈ പരിപ്പ് പടവലങ്ങയുമായിട്ട് യോജിപ്പിച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി ചതച്ച് വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് അരപ്പിൻ്റെ പച്ചപ്പ് മാറുന്നത് വരെ വേവിച്ചെടുക്കാം. തോരന് അരപ്പ് കുറവ് മതിയെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് എടുത്താൽ മതിയാകും. ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ എന്ന് പറയുമ്പോൾ 1/2 മുറി തേങ്ങയാണ്. അരപ്പിൻ്റെ പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് പടവലങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.